കോഫി ചായ. അതെ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. പച്ചപ്പട്ടണിഞ്ഞ കോൾപ്പാടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ ഉഴുന്ന് കൃഷി വിളവെടുപ്പിനൊരുങ്ങുന്നു. മുണ്ടൂർ താഴം കോൾപ്പടവിലും പേരാമംഗലം കറുക കോൾപ്പടവിലുമായി 100 ഏക്കറിലാണ് കേരളത്തിൽ തന്നെ ആദ്യമായി ഇടവിള കൃഷിയായി ഉഴുന്ന് പരീക്ഷിച്ചത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൃഷിയിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് കർഷകർ ഈ പുതിയ പരീക്ഷണത്തിന് മുതിർന്നത്. നെൽകൃഷിയിലും മത്സ്യകൃഷിയിലും കൂട്ടുകൃഷിയിലൂടെ നേരത്തെ വിജയം കൈവരിച്ചവരാണ് ഇവിടുത്തെ കർഷകർ. പ്രദേശത്തെ 65 കർഷകരാണ് ഈ ഉഴുന്ന് കൃഷിയിൽ പങ്കാളികളായിരിക്കുന്നത്. ഇസാഫ് കോർപ്പറേറ്റ് ബാങ്ക്, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നിവരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പൂർണ്ണമായും ചാണകപ്പൊടിയും കളനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയിലൂടെ 2.5 മാസം കൊണ്ടാണ് ഉഴുന്ന് വിളവെടുപ്പിന് പാകമായത്. കാലവർഷം കനക്കുന്നതിന് മുൻപായി വിളവെടുപ്പ് പൂർത്തിയാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. ഒരേക്കറിൽ നിന്ന് 300 മുതൽ 500 കിലോ വരെ ഉഴുന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 60 to 70 ദിവസത്തോളം പ്രായമായ തൈകൾ വിളവെടുപ്പിന് വേണ്ടി ഒരു 10 ദിവസം കൂടിയും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഈ വർഷത്തെ കാലാവസ്ഥയും എല്ലാം പരിഗണിച്ചുകൊണ്ട് നിങ്ങളൊരു നല്ലൊരു വിജയമാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഏകദേശം ഏക്കറിന് 200 മുതൽ 400 കിലോ ഉഴുന്ന് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കണ്ടവരെല്ലാം പറയുന്നത്. ഇതിനുവേണ്ടി സഹകരിച്ചിട്ടുള്ളവർ നമുക്ക് NCCF, കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനമായ NCCF, ഇസാഫ് കോപ്പറേറ്റീവ്, നിങ്ങളുടെ കസ്റ്റോഡിയനായ മുണ്ടൂർ സർവീസ് സഹകരണ സംഘം, നിങ്ങളുടെ പഞ്ചായത്ത്, നിങ്ങളുടെ വാർഡ്, അങ്ങനെ ഒട്ടനവധി സഹകരണ സ്ഥാനങ്ങൾ നിങ്ങളെ ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് ഇതിൻ്റെ വേണ്ടുന്ന വിധത്തിലോടുള്ള പരിപാലനം ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് ഇതിനുണ്ടായ മുഖ്യ കാരണം. പിന്നെ ചൂട് ഇതിന് ഭയങ്കര ഹെവി ആയിട്ട് വന്നു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി അടുത്ത വർഷം ഇത് ചെയ്യുവാനും ഒരു 1000 ഏക്കറിലോട്ട് ഇത് വ്യാപിക്കുവാനുമാണ് നിങ്ങളുടെ മനസ്സിലുദിക്കുന്ന ആശയം. നിലവിൽ മാർക്കറ്റിൽ കിലോയ്ക്ക് 100 രൂപയോളം വിലയുള്ളപ്പോൾ കർഷകരിൽ നിന്ന് കിലോയ്ക്ക് 65 രൂപ നിരക്കിൽ ഉഴുന്ന് നേരിട്ട് ശേഖരിക്കാൻ ഇസാഫ് കോർപ്പറേറ്റ് ബാങ്ക് അധികൃതർ തയ്യാറായിട്ടുണ്ട്. ഈ പരീക്ഷണം വിജയകരമായതോടെ അടുത്ത ഘട്ടത്തിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിലായി 10,000 ഏക്കറോളം സ്ഥലത്ത് ഉഴുന്ന് കൃഷി വ്യാപിപ്പിക്കാനാണ് ഇസാഫ് ബാങ്ക് അധികൃതർ ലക്ഷ്യമിടുന്നത്. മുണ്ടൂർ താഴം കോൾപ്പടവ്, കറുക കോൾപ്പടവ് കമ്മിറ്റി ഭാരവാഹികളായ KF ബ്ലസൻ, KP ഔസേബ്, PS അച്യുതൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ മാതൃകാ കൃഷിയെ പരിചരിച്ചു പോരുന്നത്. ഇത് വിതയ്ക്കുമ്പോൾ തന്നെ ഇതിൽ നനവുണ്ടായിരിക്കണം. നനവുണ്ടായിരിക്കാൻ കഴിഞ്ഞാൽ 3-ാം ദിവസം മുളയ്ക്കും. അല്ലെങ്കിൽ ലേറ്റാവും മുളയ്ക്കാനായിട്ട്. 10 ദിവസം 5 ദിവസമൊക്കെ ആയിട്ട് മഴ ചാറി കിട്ടിയാൽ മാത്രമേ മുളയ്ക്കുള്ളൂ. അല്ലെങ്കിൽ മുളയ്ക്കില്ല. അല്ലെങ്കിൽ മുമ്പ് തന്നെ നനച്ചിട്ടാൽ വേഗം മുളയ്ക്കും. മുളച്ച് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിയുമ്പോൾ, 20 ദിവസം കഴിയുമ്പോൾ സ്പ്രേ ചെയ്യണമായിട്ടുള്ള ഒരു മഴ കിട്ടിയാലും മതി. അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. ഒരു ചെറിയ നനവ് മാത്രം, അപ്പോൾ സാധനം വളർന്നോളും. ഒരു പ്രാവശ്യം കളനാശിനി അടിക്കുക, ഒരു പ്രാവശ്യം ഒരു നേരിയ വളം കൊടുത്താൽ മതി. ബാക്കി ഒന്നും ചെയ്യുന്നത് ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ 20 ദിവസം കൂടുമ്പോൾ മഴ കൊടുക്കുക. അതായത് മഴ കിട്ടിയില്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മഴ അധികം വരുന്നത് ദോഷമാണ്. അപ്പോൾ അതിന് മുമ്പ്, മഴയ്ക്ക് മുമ്പ്, അതായത് ഇടവപ്പ് 5-ാം തീയതിക്ക് മുമ്പ് നമ്മളത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിയണം. അതാണ് അതിന് ശരി. ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തോളം. You are watching VCV News.